കൊച്ചിയിൽ മഴക്കാലപൂർവ്വ ശുചീകരണം പാളിയതിൽ പരസ്പരം പഴിചാരി ഭരണ പ്രതിപക്ഷ പാർട്ടികൾ. കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലേക്ക് CPIM-ഉം മന്ത്രി P. രാജീവിന്റെ ഓഫീസിലേക്ക് കോൺഗ്രസും പ്രതിഷേധ പ്രകടനം നടത്തി. വെള്ളക്കെട്ടിന് ഉത്തരവാദി ഭരണസമിതി എന്നാരോപിച്ച് കൊച്ചി കോർപ്പറേഷൻ കൗൺസിൽ യോഗം അലങ്കോലമായി. അതിനിടെ മഴ കുറഞ്ഞതോടെ വെള്ളം കയറിയ വീടുകൾ വൃത്തിയാക്കാനുള്ള തത്രപ്പാടിലാണ് കൊച്ചിയിലെ ജനങ്ങൾ. തകർത്തുപെയ്ത മഴ മാറിയതോടെയാണ് വെള്ളം കയറിയ വീടുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. വീടുകളിൽ അടിഞ്ഞുകൂടിയ ചെളിയും മാലിന്യങ്ങളും നീക്കാനുള്ള കഷ്ടപ്പാടിലാണ് ആളുകൾ. ഞങ്ങള് ക്ലീനിങ് ആദ്യത്തെ ഒരു ഘട്ടം നടത്തി. അത് നടത്തിയ ഒരുമാതിരി ഇരുന്നപ്പോഴാണ് അടുത്ത മഴയും വന്നത്. അടുത്ത മഴ വന്നിട്ട് വീണ്ടും അതിനേക്കാൾ ഉയരത്തിൽ വെള്ളം കയറി. അതുകൊണ്ട് ഇപ്പൊ ഞങ്ങളൊന്നും ചെയ്യാതിരിക്കുകയാണ്. ഒന്നാമത് അങ്ങോട്ട് കയറിയാൽ ഞങ്ങൾ തെന്നി വീഴും. ആ ഒരു അവസ്ഥയിലാണ്. മഴക്കെടുതിയിൽ നാട് വലഞ്ഞിട്ടും ആവശ്യമായ ഇടപെടലുകൾ നടത്തുന്നില്ലെന്നാരോപിച്ച് വിവിധയിടങ്ങളിൽ പ്രതിഷേധം നടന്നു. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മന്ത്രി P. രാജീവിന്റെ ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം. ഈ നാടിനെ ഒന്നിച്ചുകൂടെ നിർത്തിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരും ദിവസങ്ങളിൽ അതിശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് തയ്യാറെടുത്തിട്ടുണ്ട്. കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ CPIM-ന്റെ നേതൃത്വത്തിലും പ്രതിഷേധം. കൊച്ചി കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ മേയറും പ്രതിപക്ഷ അംഗങ്ങളും തമ്മിൽ വാക്പോര്. ലഘുമേഘ വിസ്ഫോടനമാണ് കൊച്ചിയിലെ വെള്ളപ്പൊക്കത്തിന് കാരണമെന്ന് മേയർ M. അനിൽകുമാർ വിശദീകരിച്ചു. കൊച്ചി നഗരത്തിലെ ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറയുന്ന ഈ സംവിധാനം വീണ്ടും വീണ്ടും ഉണ്ടാകുകയാണ്. ഇപ്പം ഞാൻ അസാധാരണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ വിമർശിക്കുന്നുണ്ട്. ഇപ്പോൾ അസാധാരണം എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം സാധാരണമായിക്കൊണ്ടിരിക്കുകയാണ്. ബഹളത്തിൽ മുങ്ങി കൗൺസിൽ യോഗം ഒടുവിൽ നിർത്തിവെച്ചു. കോർപ്പറേഷൻ അനാസ്ഥ ആരോപിച്ച് നാളെയും പ്രതിഷേധിക്കാനാണ് UDFന്റെ തീരുമാനം. 24 കൊച്ചി. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.